ഇന്നൊരു സാൻഡ്വിച്ചാണ് കുക്ക് ചെയ്യുന്നത്. കഴിച്ചാൽ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്ന ടേസ്റ്റാണ്. ഡോണ്ട് മിസ് ഇറ്റ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒരുപാട് ടൈമൊന്നും വേണ്ടത് കുക്ക് ചെയ്യാൻ, വെറും 4 മിനിറ്റ് മതി. ശരിക്കും ഞാൻ വിചാരിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ തയ്യാറാക്കിയ സാൻഡ്വിച്ചിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് ഒരു ബൗൾ തക്കാളി വേണം. അത് ഒരു ബൗൾ നിറച്ച് വേണമെന്നൊന്നുമില്ല, കുറച്ചെടുത്താൽ മതി. പിന്നെ 2 മുട്ട വേണം. ഇത് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന. പിന്നെ നമുക്കിത് ബീറ്റ് ചെയ്ത്. പിന്നെ മൊസല്ല ചീസ് വേണം. ഇതാണ് മെയിൻ ഐറ്റം. അത് ഞാൻ പൊടിപ്പൊടിയാക്കി വെച്ചു. പിന്നെ ഒരു ചപ്പാത്തി വേണം. നമുക്കിത് വേഗം തയ്യാറാക്കാം. ഞാനൊരു പാൻ വെച്ചു. അതിനകത്തേക്ക് ഞാനിപ്പോൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ഒന്ന് എല്ലായിടും ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മുമ്പേ അരിഞ്ഞ് വെച്ച ആ ഒരു ബൗളിനകത്തുള്ള തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഈ തക്കാളി ഇട്ട് കൊടുക്കുക. കാരണം തക്കാളി പെട്ടെന്ന് ഇടുമ്പോൾ എണ്ണയിൽ കിടന്ന് ചടപടയിങ്ങനെ പൊട്ടും. അപ്പോൾ എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ തക്കാളി നമുക്ക് വഴറ്റി കൊടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ വഴറ്റി ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലോട്ട് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അതിനു മുമ്പ് മുട്ടയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തെന്ന് കാണണ്ടേ. അപ്പോൾ ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. മുട്ട ബീറ്റ് ചെയ്യാൻ അറിയാമല്ലോ എത്ര ഉപ്പ് ചേർക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആ മുട്ടയാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തത്. മുട്ട വേവുന്നതിന് മുമ്പേ നമുക്ക് അതിനകത്തേക്ക് ചീസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മുമ്പേ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മൊസല്ല ചീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുവാണ്. എല്ലാ സൈഡിലോട്ടും നമ്മൾ അത് ചേർത്ത് കൊടുക്കുക. ഒരു സൈഡ് മിസ്സാക്കരുത്, എല്ലായിടം അത് ചെല്ലണം. പിന്നെ ഞാനൊരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചപ്പോഴാണ് മനസ്സിലായത് ചപ്പാത്തി ചെറുതാണ്. അപ്പം ഞാൻ ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുത്തു. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു വലിയ ചപ്പാത്തിയാണ് ഇതിന് പകരം വെക്കേണ്ടത്. അതാണ് എളുപ്പം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ വലിയൊരു ചപ്പാത്തി വെച്ച് വേണം ഇതിനകത്ത് വെക്കാൻ. ആ മുട്ടയുടെ പോർഷൻ ഫുള്ള് ചപ്പാത്തിയിൽ കവറാവണം. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചിടാൻ പോവുകയാണ്. ഇത് തിരിച്ചിടുന്ന കുറച്ച് ടാസ്ക്കാണ്, സൂക്ഷിച്ചൊന്ന് തിരിച്ചിടുക. അപ്പം ഞാൻ തിരിച്ചിട്ടു. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അപ്പുറത്തെ സൈഡ് വേവിക്കാൻ കുറച്ച് സമയം കൂടെ മതി. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. ആ അടപ്പ് കണ്ടൊന്നും വിചാരിക്കരുത്, ആ പാനിന് വേറെ അടപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി, ഇത് വെന്തു. നമുക്കിതാ പകുതിക്കൊന്ന് തിരിച്ച് വെക്കുക. കണ്ടില്ലേ, ഞാനവിടെ 2 ചപ്പാത്തി വെച്ചുകൊണ്ട് ഒരു ചപ്പാത്തി മടങ്ങാത്തത്. അപ്പം നിങ്ങൾ വെക്കുന്നെങ്കിൽ വലിയൊരു ചപ്പാത്തി വെക്കണേ. ഇതിനകത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് കുറച്ചും കൂടെ വലിയ ചപ്പാത്തി വേണമായിരുന്നെന്ന്. പിന്നെ 2 എണ്ണം ചേർത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വിചാരിച്ചതിനേക്കാൾ ടേസ്റ്റായിരുന്നു ഈ സാൻഡ്വിച്ചിന്. അപ്പം നമ്മൾ സാൻഡ്വിച്ച് കട്ട് ചെയ്തു. നമ്മുടെ ആ ചീസും തക്കാളിയും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഉറപ്പായിട്ടും പറയും സൂപ്പർ സാധനമാണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ ബാക്കിയും കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ബാക്കിയുള്ള പീസ് ഞാനും ഉമ്മയും കട്ട് ചെയ്ത് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ അതിനകത്ത് ഓളും കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും.